ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സാജസ് കിച്ചൻ. ഇന്ന് ഞങ്ങളുള്ളത് ഒരു 3 ഏക്കറോളം വരുന്നൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലാട്ടോ. ഉമ്മറാക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് ഒരു 10-28 ഐറ്റം വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട്സുകളുണ്ട് ഇവിടെ. എത്ര മാസം കൊണ്ട് കായ്ക്കുന്നില്ല? ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് കഴിക്കും. ഇവിടെ കുറച്ചും കൂടി നീളമുള്ളത് ആ കേസിലുള്ളത് അത് 8 മാസം കൊണ്ട്. ഇതിനൊക്കെ എന്താ വില തന്നെ? ഇതൊക്കെ 200 റുപ്യ. പിന്നെ അതില് മൂപ്പ് പറഞ്ഞ 150 ഉണ്ട്, അങ്ങനെ 120 ഉണ്ട്. ഇതോ വലുത്? വലുത് 400. പിന്നെ ഇവിടെ കായ്ച്ചതുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കായ്ച്ച തയ്യനോ എത്ര? മൊത്തം അങ്ങനെയാണ് കൊടുക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, അവിടെ കൊണ്ടുവച്ചാണ് കുറച്ച് വളമട്ട് കൊടുത്താൽ മതി. അതിനെത്ര വരെ തന്നെ? കായ് ഇല്ലീന് 5000 ആവും. ഡ്രമ്മോട് ഇതിന്റെ പഴുപ്പ് എങ്ങനെ നമ്മളെ പറയണേ? അല്ലാത്തൊക്കെ പച്ചക്കായിരിക്കൂലേ? ശരി. ഞാന്നപ്പോ അത് ചുവപ്പൊക്കെ പച്ച വിചാരിച്ചു. പഴുത്തതായി. അവിടെ പോയി ഒന്ന് കാണുക. അവിടെ ഇല്ല കായൊക്കെ കായ്ച്ച ആ തോട്ടത്തിലാണ് പോയി. ഇതിന്റെ കൂട്ടത്തില് ചീരകൃഷി ഉണ്ട് അല്ലേ മൊത്തം? മൊത്തം എത്ര വെറൈറ്റി ഉണ്ട് ശരിക്ക്? മൊത്തം 40 വെറൈറ്റി ഉണ്ടല്ലേ ഫ്രൂട്ട്? ഒരു ചെറുപ്പം തണ്ടിന് $110, $6000 റുപ്യ. ഒരു വരി 1.5 ലക്ഷം റുപ്യാണ് മൊത്തം തൈയിന്. അത് എവിടുത്താണ്? അത് പല രാജ്യത്തിനുണ്ട്. ഇക്വഡോറുണ്ട്, ഹവായിണ്ട്, സ്പെയിനുണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഒരു തൈക്ക് 1 ലക്ഷം. ഇതൊക്കെ ഒരേ ഐറ്റം പഴമായിരിക്കും അല്ലേ? ഹോസ്പിറ്റൽ കേസുകാരാണ്. ശരി. കൗണ്ടിന് കൊറോണ പനി, ഡെങ്കിപ്പനി അതല്ല, അതില്ലാത്തവർക്കും കഴിച്ചൂടെ അല്ലേ? അല്ല, ഔഷധ ഗുണമുള്ളതാണ്. കൂടുതൽ ഇപ്പൊ ആസ്പത്രി കേസുകാരാണ് കൊണ്ടുപോണ്ട്. പിന്നെ ഇത് ഫ്രൂട്ടിനെ പറ്റി അങ്ങനെ കഴിക്കൂടെ? പുളി ഉണ്ടാവോ? ഇല്ലല്ലോ. എവിടെയൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് നമ്മളെ സാധാ പഴം കഴിക്കണേ അല്ലേ? അതൊരു വെറൈറ്റി മുളക്. ഇത് മുളകല്ല, അതന്നെ വെറൈറ്റി ആണ്. അത് എന്താകുമെന്നറിയില്ല. അത് ഇപ്പൊ തന്നെ കഴിച്ചു നോക്കിയാളെ എടുത്താളെ. കട്ട് ചെയ്ത പീസ് ഒന്നും ഉണ്ടാവില്ല. കട്ട് ചെയ്ത പീസ് ഉണ്ടോ? ഒന്ന് നോക്കാം നമ്മൾ ടേസ്റ്റിന്റെ. എന്റെ രസമുണ്ട് കാണാല്ലേ? നല്ല ഭംഗി. മധുരമുണ്ട്, പുളിയൊന്നുമില്ല. കഴിച്ചോക്കി വേണ്ട, അതിഞ്ഞ് പോട്ട് ജന്തുക്കൾ വരും. കഴിച്ചോക്കി. കാരണം തന്നെ ഉറുമ്പ് വരില്ലേ? പുളിയില്ല അല്ലേ? മധുരം വല്ലാതല്ല, എന്നാലും കഴിക്കാനായിട്ട് ഭംഗിയില്ലേ? കാണാൻ നല്ല ലുക്കുണ്ട്. ഇപ്പൊ അവന്റെ മുഖം വിട്ടോട്ടെ. നമ്മളൊക്കെ വെള്ളക്കടലേ അങ്ങനെ ഉള്ളു വെള്ളേ മധുരമുണ്ട്. എന്നാ ശരി.
ഇങ്ങനെ ഇതാക്കിയാണ് തൊട്ടാൽ ഇവിടൊക്കെ ഇതൊക്കെ എന്താ ഇതിലൊക്കെ ഈ പച്ചവിടാണ് ഒരു 10-28 തരം ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ അവിടെ. 28 ഐറ്റം ഫ്രൂട്ട്സുകൾ. ഡ്രാഗൺ തന്നെ പല ഐറ്റംസുകൾ. മാത്രം കിട്ടുന്നില്ല. അതാടാ ഇപ്പൊ കാക്ക പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ ടേസ്റ്റിനനുസരിച്ചല്ല മരുന്നാണ് വെച്ചിട്ട് കഴിക്കണമെന്ന്. അതിന്റെ സപ്പോർട്ടിന് കൊടുത്താണിത്. മധുരമില്ല പക്ഷേ ടേസ്റ്റ് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ജീവിയാണ് കൂട്ടം എടുത്ത് ഇവിടെ പല ഐറ്റംസ് കിളികളുണ്ടാവും. തനിക്ക് മീനെ കാണാൻ കണ്ടോ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഫ്രൂട്ടിന്റെ കൃഷിയാട്ടോ. ഇതൊക്കെ മെക്സിക്കോ പറഞ്ഞ സാധനം. ഇതൊക്കെ കോട്ടക്കല് കട്ടയാണ്. ഇതിന് നന കൊടുക്കുവോ? ഈ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ടൊക്കെ വാങ്ങി പോവാണേ. ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ട് ഫ്രൂട്ടും ഒക്കെ വാങ്ങുന്നുണ്ട്. തൈയൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്.